ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ടെറസിന്റെ മുകളിൽ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ മേടിച്ചിട്ടുള്ള ചട്ടിയും കോക്കോപിറ്റ് ചകിരിച്ചോറ്, പിന്നെ കമ്പോസ്റ്റ് ചാണകം, മണ്ണിര കമ്പോസ്റ്റ്, അതൊക്കെയാണ് അത്. ഇനി കാണിക്കുന്നത് നമ്മളുടെ തോട്ടം തയ്യാറാക്കാനുള്ള ടെറസാണ്. അതിപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കിടക്കുന്നത്. ഇത് ഫാഷൻ ഫ്രൂട്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് വളർത്തിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ ഒരു നെറ്റ് അടിച്ചിട്ട് അതിൽ ഇതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് അത് വർക്കൊന്നും ചെയ്യാതെ തന്നെ ടെറസിൻ്റെ മുകളിൽ വീട്ടിലെ ചൂട് കുറയ്ക്കാം. അപ്പം നമുക്ക് തൈ നടാൻ വേണ്ടിയിട്ട് ചട്ടിയിലേക്ക് തൈ നടാൻ വേണ്ടിയിട്ട് തൈ തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പം അതിനുവേണ്ടി നമ്മൾ കൊക്കോപിറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കൊണ്ട് ഈ സാധനം ചീർത്ത് പൊടിയായിട്ട് കിട്ടും. പൊടിയാക്കണം നമ്മളത്. പിന്നെ അതിലേക്ക് കുറച്ച് മണ്ണും വളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കണം നമ്മളത്. അപ്പം അതിനുശേഷം നമ്മൾ സീഡിങ് ട്രേയിൽ നിറയ്ക്കുക. കൈ കൊണ്ടൊന്നും അതെല്ലാം ഫുള്ള് ഇതാക്കണു. അതിനുശേഷം നമ്മൾ വിത്ത് അതിൽ നടുക. ടെറസിന്റെ മുകളിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാസവളം ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാസവളം ഇതൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ ആ ടെറസിന്റെ കോൺക്രീറ്റ് കംപ്ലൈന്റ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ഗ്രോ ബാഗിലൊക്കെയാണ് വെക്കണമെന്ന് വെച്ചാൽ ഒരു ടാർപ്പായ വിരിച്ചിട്ട് അതിന്റെ മുകളിൽ വെക്കുക. ചട്ടിയിലാന്ന് വെച്ചാൽ പിന്നെ അതിന്റെ അടിയിൽ ഒരു പാത്രം വെക്കുക. പിന്നെ അതൊരു കടലാസ് കൊണ്ട് മൂടിയിട്ട് നമുക്കതൊരു 2-3-4 ദിവസം തണലത്ത് വയ്ക്കുക. അതിനുശേഷം ഈ കടലാസ് എടുത്ത് മാറ്റി സാധാരണ ഇതിൽ തന്നെ അവിടെ തന്നെ വയ്ക്കുക. പിന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് മുള പൊട്ടി പറിച്ച് നടാൻ പാകമാകുമ്പോൾ നമുക്കത് ചട്ടിയിലേക്ക് മാറ്റാം. അപ്പം ഇനിയിപ്പോൾ ഈ ചട്ടിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച തൈ നടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പം അതിനാദ്യം നമ്മൾ മണ്ണ് സ്യൂഡോമോണസും കുമ്മായപ്പൊടി ഇട്ടിട്ട് ഒരു 2 ആഴ്ച വെയിലത്ത് വെച്ച് വെയിൽ കൊള്ളിച്ച് നന്നായി ഉണക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സീഡിങ് ട്രയൽ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള അതുപോലെ തന്നെ കൊക്കോപിറ്റ് വെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് ഇതാക്കുക. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊടിയാക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മണ്ണുമായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചാണകപ്പൊടിയും ജൈവവളവും എല്ലുപൊടിയും അതിൽ മിക്സ് ചെയ്യുക, ഇത് ചേർക്കുക. അപ്പോൾ
അപ്പോൾ എന്നിട്ട് ഈ ചട്ടിയിൽ നമ്മൾ ഈ മണ്ണും ഈ മിശ്രിതം നിറയ്ക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60-70% മാത്രം നിറച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തയ്യ് വേര് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് മണ്ണിട്ട് കൊടുക്കുകയും വേണം, പിന്നെ വെള്ളം നനയ്ക്കുമ്പോൾ അത് പുറത്തേക്ക് പോകാനും പാടില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് 60-70% മാത്രം ഈ ചട്ടിയുടെ ഈ മണ്ണും മിശ്രിതം നിറച്ചാൽ മതി. അതിനുശേഷം നമ്മൾ സീലിംഗ് ട്രേയിൽ തയ്യാറാക്കി വെച്ച് തെയ്യെടുക്കണം. അതിനുശേഷം ഈ ചട്ടിയിലേക്ക് പറിച്ച് നടുക. എന്നിട്ട് ഈ കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് നനച്ചതിന് ശേഷം പിന്നെ മറ്റുള്ള ചട്ടികളിൽ നമുക്കത് തൈകൾ നടാം. അപ്പോൾ ഇത് ചട്ടിയിലാണ് ഞാൻ ഇവിടെ നടുന്നത്. ഗ്രോ ബാഗും ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുത്ത് ചെയ്യണത് ചട്ടിയിലുള്ളതാണ്. കൂടുതൽ ഗ്രോ ബാഗ്, വലിയ ഗ്രോ ബാഗിൽ ഇതിലൊക്കെ നട് നല്ലത്. കാരണം എന്താ വെച്ചാൽ വേരും ഇതിനൊക്കെ ഒരു വേരോട്ടത്തിനൊക്കെ കുറച്ചും കൂടി കുറച്ച് മണ്ണും ഉണ്ടാവും, സൗകര്യം ഉണ്ടാവും. അപ്പോൾ കുറച്ചും കൂടി കായും കാര്യങ്ങളൊക്കെ ഉണ്ടാവണമെന്നുണ്ടെച്ചാൽ കുറച്ച് വലിയ ചട്ടിയിൽ ഇതിലൊക്കെയാണ് നടുന്നതാണ് നല്ലത്. ഗ്രോ ബാഗിലൊക്കെ നടുന്നതാണ് നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ വീഡിയോ എടുത്തേക്കുന്നത് ചട്ടിയിലുള്ള നടുന്നതാണ്. ചട്ടിയിലാകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊരു ട്രേ പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം കാര്യങ്ങളൊന്നും ടെറസിൻ്റെ മുകളിലേക്ക് ഇറങ്ങില്ല. ഗ്രോ ബാഗ് ആകുമ്പോൾ നമ്മൾ അടിയിൽ വല്ല ടാർപ്പായ ഷീറ്റ് വല്ലതൊക്കെ വിരിക്കേണ്ടത് വരും. വെള്ള തൈകളൊന്ന് നട്ട് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊക്കെ എല്ലാം നമുക്കൊരു തണലത്തേക്ക് മാറ്റി വയ്ക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് ഇപ്പം തന്നെ എടുത്തിട്ട് വെയിലത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം വാടും. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് മാറ്റാം. ഈ ടെറസിൻ്റെ മുകളിൽ മാറ്റി സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം നേരത്തൊക്കെ മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ പിറ്റത്തെ ദിവസം നേരം വെളുത്ത് ഇതൊക്കെ ആയിട്ട് വെയിലാകുമ്പോഴത്തേനൊക്കെ അതൊന്ന് സെറ്റായി വരും. ഇത് ഞാൻ ടെറസിൻ്റെ മുകളിലേക്ക് മാറ്റി ചട്ടിയിലാക്കിയിട്ടുള്ളതൊക്കെ മാറ്റി വെച്ചേക്കണതാണ്. ഇത് കുറച്ച് നാൾ കഴിഞ്ഞു. ഇതിപ്പോൾ തൈ വെച്ചതിന് ശേഷം തൈ ചട്ടിയിലാക്കിയിട്ട് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ 1 മാസത്തോളം ആയിട്ടുണ്ട് ഇത്. ഇപ്പം ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കൊക്കെ വേറെ തൈകളൊക്കെ ചട്ടിയും ഗ്രോ ബാഗൊക്കെ കൂട്ടിയിട്ടുണ്ട്, എണ്ണം കൂട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 2 മാസം ആയിട്ടുണ്ട് ഇത്. ഇപ്പോൾ അതിൻ്റെ മുകളിലത്തെ ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ കണ്ടില്ലേ. ഇപ്പം ആദ്യം ഉണ്ടായിരുന്നതിനാട്ടിയും കുറച്ചും കൂടി ഇതായിട്ടുണ്ട്, വലുതായി തുടങ്ങിയിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു പച്ചക്കറി തോട്ടം ടെറസിൻ്റെ മുകളിൽ വെച്ചുണ്ടാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2-3 മാസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാരണം അത്യാവശ്യം പച്ചക്കറി ചെറുതായി പയറൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മണ്ണിൽ ഉണ്ടാക്കുന്ന താഴത്തൊക്കെ ഉണ്ടാക്കണതിൻ്റെ അത്രയ്ക്കൊന്നും ടെറസിൻ്റെ മുകളിൽ നിന്ന് ഇതാക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ജൈവവളമൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്ന കാരണം കൊണ്ട് ഈ സാധനം ഒരുപാടൊന്നും നമുക്ക് കിട്ടില്ല. നമ്മളെ വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉണ്ടാക്കാം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തുനിന്ന് കടകളിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാക്കുമ്പോൾ. കാരണം എന്താ വെച്ചാൽ ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കുക വെച്ചാൽ അവർ അത്യാവശ്യത്തിന് രാസവളമൊക്കെ ഉപയോഗിക്കും. കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ജൈവവളം മാത്രമൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനം എന്തൊക്കെ കേടും കാര്യങ്ങളൊക്കെ വന്നിട്ട് കുറേ പോകും. പിന്നെ അവർക്ക് ഇറക്കണ പൈസയ്ക്കുള്ള മുതലും കിട്ടില്ല. ഇതിപ്പോൾ ഒരു 3-4 മാസം കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ടെറസിൻ്റെ മുകളിൽ മൊത്തം ആയി തുടങ്ങിയിട്ടുണ്ട് ചെടികൾ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെറസിന് മുകളിൽ ഇത് ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാമെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് വരുമ്പോൾ ചൂട് കാലത്ത് ചൂട് കുറയ്ക്കാൻ വേണ്ടി ഡ്രസ് വർക്കൊക്കെ ചെയ്ത് വരികയെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല പൈസ കൂടും. അപ്പം ഇങ്ങനെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം നല്ല പച്ചക്കറിയും കഴിക്കാം, ഒപ്പം ഈ ചൂടും കുറയും. ഇപ്പം കണ്ടില്ലേ ഫ്രാഷൻ ഫ്രൂട്ടും മറ്റേ കോവയുണ്ട് ഇതിൻ്റെ ഒപ്പം. അതൊക്കെ നന്നായി വളർന്ന് വലുതായിട്ടുണ്ട്. പച്ചക്കറി തോട്ടം ഉണ്ടല്ലേ, പച്ചക്കറി തോട്ടത്തിൽ മറ്റേ തക്കാളി അത്യാവശ്യത്തിനുണ്ട്. ഇത് ചെറിയ ഇനം തക്കാളിയാണ്, അത്ര വലുതാവണ തക്കാളി അല്ലത്. ഗ്രോ ബാഗൊക്കെ പിന്നെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഞാൻ. കണ്ട ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ അതിൻ്റെ ഇതൊക്കെ വലുതായി. അതിൻ്റെ ഇടയിൽ ഇതും ഉണ്ട്, കോവക്ക
കുക്കുംബർ നിൽക്കണ കണ്ടില്ലേ. പടവലം അധികം ഉണ്ടായില്ല. തക്കാളിയൊക്കെ അത്യാവശ്യം പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം കൃഷി ചെയ്തതിന് ശേഷം പിന്നെ ആ ചട്ടിയിൽ നമുക്ക് രണ്ടാമത് നടാം. പക്ഷെ അതിന് മുമ്പ് നമുക്ക് ആ ചട്ടിയിലെ മണ്ണൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കണം. അപ്പം എന്നിട്ട് അതൊക്കെ ഒന്ന് മാറ്റി ആ ചട്ടിയും ഗ്രോ ബാഗ് വെച്ചിരുന്ന സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ രണ്ടാമത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ഉപയോഗിക്കുക. ചെറിയ തക്കാളിയാണത്. അതാ തെരഞ്ഞെടുത്ത തൈകൾ ആ വിത്ത് ചെറിയ തക്കാളിയുടെ ആയിരുന്നു അത്. പിന്നെ തക്കാളി വലുതാകുമ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിൽ ഒന്നിങ്ങനെ ഒരു ചെറിയൊരു വടി കുത്തി കൊടുക്കണം. കാരണം ഈ ഭാരം താങ്ങാത്തത് ശരിക്കും. അല്ലാന്ന് വെച്ചാൽ മുകളിൽ എന്തെങ്കിലും ഒരു ചെറിയ ചിരട കയറ വെച്ചിട്ട് മുകളിൽ എന്തെങ്കിലും ഇതുണ്ട് എന്ന് വെച്ചാൽ അതിലേക്ക് വലിച്ച് കെട്ടണം നമ്മളത്. ഇപ്പൊ തക്കാളിയൊക്കെ അത്യാവശ്യം പൊട്ടിക്കാറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളത് പൊട്ടിക്കുകയാണത്. ഇതിലിപ്പോൾ നമ്മൾ അത്യാവശ്യം ഇടയ്ക്കൊക്കെ ഒരു ആട്ടുംകാട്ടിനും ചാണകമൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ ഒരു ജൈവവളത്തിൻ്റെ ഒരു ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ജൈവവളം ഇടയ്ക്കൊക്കെ ഒരു കഞ്ഞിവെള്ളം ഉണ്ടാക്കും, ഒഴിച്ചു കൊടുക്കാറുണ്ട്. കഞ്ഞിവെള്ളം അധികം ഒഴിക്കാതിരിക്കാൻ നല്ലത്. കാരണം ഉറുമ്പിൻ്റെ ഒക്കെ ശല്യം ചിലപ്പോൾ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പടവലം ഉണ്ടായിട്ടുണ്ട്. പടവലം അധികം ഉണ്ടായില്ല, ഉണ്ടായതാണത് പടവലം പൊട്ടിക്കണത്. ഇത് ഈ ചാനലിൽ തന്നെ നമ്മൾ പടവലത്തോണ്ടൊരു പരിപ്പ് കറി ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. കുക്കുംബർ പൊട്ടിച്ച് വെച്ചത്. ഇത് മറ്റേ കോളിഫ്ലവർ. ഈ ചാനലിലൊരു വേറൊരു വീഡിയോയിൽ കോളിഫ്ലവർ ഇവിടുന്ന് പൊട്ടിച്ച് ഫ്രൈ കോളിഫ്ലവറിൻ്റെ ഒരു വിഭവം ഉണ്ടാക്കണതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് മറ്റേ കോളിഫ്ലവറിൻ്റെ തൈകൾ വെച്ചേക്കണതാണിത്. ഇത് ഒരു 10 വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ പിടിച്ചു. ഇത് പിന്നെ കേബേജ് അതിൽ അത്ര വലിപ്പമൊന്നുമില്ല. നമ്മളെ ചട്ടി ചെറുതായതുകൊണ്ടാണ് തോന്നണു അത് അത്ര വലിപ്പമൊന്നും വെച്ചിട്ടില്ല. എന്നാലും അത്യാവശ്യത്തിനുണ്ട്. ഇത് പല സമയത്താണ് നമ്മൾ പൂവിട്ട് ഇതായത്. ഒരേ സമയത്ത് വെച്ച് വെച്ചാലും പല സമയത്താണ് അത് പൂക്കളും ഇതൊക്കെ ഉണ്ടായത്. നമ്മളത് വിളവെടുക്കുകയാണ്. എല്ലാം ഒരേ സമയത്താണ് വെച്ചത്. പക്ഷെ പല സമയത്തും പല വലുപ്പത്തിലൊക്കെയാണ് ഇതുണ്ടായത്. എന്താ സംഭവം എന്നറിയില്ല അത്. നമ്മളിത് കോക്കായൊക്കെ പൊട്ടിച്ചത് വെച്ചേക്കാണ്. കാന്താരി മുളക് ഉണ്ട്. ഇത് പിന്നെ ഇടയ്ക്ക് ഒരു നീം സോപ്പിൻ്റെ ഒരു ഇതുണ്ട്. അത് ഞാൻ ഈ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ കീടാണുക്കൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ടിയിട്ട് അതിൽ ഉപയോഗിക്കേണ്ട വിധം ഇതിൽ തന്നെ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. വെള്ളത്തിൽ കളിക്കാൻ പറഞ്ഞത് 15 ദിവസം കൂടുമ്പോൾ ഇടവിട്ടിട്ട് ഇതൊക്കെ വെക്കുക. ഇനി ഇത് പയറൊക്കെ വെക്കാന്ന് വെച്ചാൽ മുഞ്ഞ ഭയങ്കരമായിട്ട് വരും, മുഞ്ഞയുടെ കംപ്ലൈൻറ്റ്. അതിൻ്റെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ ഞാനതൊക്കെ ഒരു കടലാസിൽ പ്രിൻ്റ് എടുത്തിട്ട് ഞാൻ ആ ചമരം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ആ